ഹായ് മക്കളെ, 6ാം ക്ലാസ്സിൽ അവസാനത്തെ നമ്മളെ 10ാമത്തെ ചാപ്റ്റർ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ രൂപത്തിനും ബലത്തിനും എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി എക്സാമിന് മുന്നേ പറഞ്ഞു തരാനാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കിയേ നമ്മൾ എന്ത് ചെയ്തു, പലതരം അസ്ഥികളെ പറ്റി മാലിയസ്, ഇൻഗസ്, സ്റ്റേറ്റ് പീസ്, ചെവിയിലെ അസ്ഥിനെ പറ്റിയിട്ട് തരുണാസ്ഥി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലതരം എന്തിനെ പറ്റി, അസ്ഥികളെ പറ്റി അല്ലെങ്കിൽ എല്ലിനെ പറ്റി, ബോണിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചുല്ലേടാ. അപ്പോൾ ഈ തമ്മിൽ നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ എല്ലുകളൊക്കെ തമ്മിൽ കണക്റ്റഡ് അല്ലേ. അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പറയാം അസ്ഥിസന്ധി, ജോയിൻസ് എന്നാ പറയാം. മനസ്സിലായോ? അങ്ങനെ ജോയിൻസിലാണ് എന്ത് ചെയ്യുക, അസ്ഥികൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നതും അതേപോലെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കും. നമ്മളെ കൈ ഇങ്ങനെ അനങ്ങാനും തല ഇങ്ങനെ അനങ്ങാനും കാലനങ്ങാനും മുട്ടനങ്ങാനും എല്ലാത്തിനും കഴുത്തനങ്ങാനും ഒക്കെ സഹായിക്കുന്നത് എന്താ, ഈ ജോയിൻസ് അല്ലെങ്കിൽ അസ്ഥിസന്ധികളാണ്. ഓക്കെ, ജോയിൻ കണക്ട്സ് ബോൺ. എന്താണ് ബോൺസിനെ എന്ത് ചെയ്യും, തമ്മിൽ എല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യ പോരാത്ത എന്താ, ഹെൽപ്പസ് വേരിയസ് മൂവ്മെന്റ്സ് ആൻഡ് ആക്ഷൻസ്. പലതരം വേരിയസ് ആക്ഷൻസും മൂവ്മെന്റ്സും നടത്താൻ നമ്മൾ എന്ത് സഹായിക്കും, നമ്മുടെ ജോയിൻസ് അല്ലെങ്കിൽ അസ്ഥിസന്ധി നമ്മൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ? അതാണ് അസ്ഥിസന്ധി ജോയിന്റിന്റെ യൂസേജും ഉപയോഗം. എന്തിനാ ഹെൽപ്ഫുൾ ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നോക്കടാ, നമ്മുടെ ശരീരത്തിൽ കുറച്ച് പ്രത്യേകതരം സന്ധികളുണ്ട്, ടൈപ്സ് ഓഫ് സന്ധികളുണ്ട്. എല്ലാ ജോയിൻസും ഒരേപോലെയല്ല. നോക്ക്, ഫസ്റ്റ് ഇത് നോക്ക്, സന്ധി എന്താണ്, ഗോളര സന്ധി അല്ലെങ്കിൽ ബോൾ സോക്കറ്റ് ജോയിന്റ്. ആ പേരിലുണ്ട് എന്താണ്, ഗോളര സന്ധി അല്ലെങ്കിൽ ബോൾ സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുന്നുണ്ട്. എന്താണ്, ഒരു ബോളും ഒരു സോക്കറ്റ്, ഒരു ബോള് ഒരു കുഴിയിൽ ഇങ്ങനെ കിടക്കുക. അതാണ് കണ്ടോ, ഇവിടെ ഒരു ബോള് എന്ത് ചെയ്യുന്നു, ഒരു കുഴിയിൽ ഇങ്ങനെ വന്ന് കണക്ട് ചെയ്ത് കിടക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയാ ഗോളര സന്ധി അല്ലെങ്കിൽ ബോൾ സോക്കറ്റ് ജോയിന്റ് എന്ന് പറയുക. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് അതെവിടെയാ ഉണ്ടാവുക നോക്കടാ, എവിടെ ഉണ്ടാവുക, തോളെല്ല്. നമ്മൾ ഈ തോളെല്ലിൽ ഉണ്ടാവും. ഇവിടുന്ന് വരുന്ന ഒരു ഉണ്ടയും ഇവിടുത്തെ ഒരു കുഴിയിൽ എന്ത് ചെയ്യും, അതിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബോള് ഒരു സോക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഗോളരസന്ധി അല്ലെങ്കിൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മൾ പറയും. ഓക്കെ, അതെവിടെയാണ്, തോളെല്ലിലാണ് കാണാം അല്ലെങ്കിൽ ഇടുപ്പല്ലിലാണ് അത് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ കാണുക. നോക്കണം, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണത്. ഏറ്റവും കൂടുതൽ എന്താണ്, ഫ്രീലി മൂവബിൾ, വളരെ ഫ്രീലി മൂവബിൾ ചെയ്യാൻ പറ്റുന്ന നമ്മളെ സഹായിക്കുന്ന ഒരു സന്ധിയാണ്, എന്താണ്, ഗോളരസന്ധിയാണ്. എന്താ പറയുക, ഒരു അസ്ഥി അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു കുഴിയിൽ തിരിയുന്നു. നേരത്തെ പറഞ്ഞു, ബോള് ഒരു സോക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കുഴിഞ്ഞ എല്ലിൻ്റെ അറ്റമുള്ള ഒരു എല്ലെന്ത് ചെയ്യുന്നു, ഒരു കുഴി പോലുള്ളതിൽ ഫിറ്റ് ചെയ്ത് കിടക്കുന്നു. അതിനാണ് നമ്മൾ എന്താ പറയുക, ഗോളരസന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മൾ പറയാം. ഓക്കെ, അതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് നോക്കടാ, വിജാഗിരി ഗന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ്. എളുപ്പമല്ലേ വിജാഗിരി? എന്താ, നമ്മളെപ്പോഴും വീട്ടിൽ നമ്മൾ വാതിലുണ്ടാക്കുമ്പോൾ ഒക്കെ പറയും വിജാഗിരി. എന്താ ചെയ്യുക, ഇങ്ങനെ മാത്രമേ ഉള്ളൂ, വാതിൽ തുറക്കാനും പൂട്ടാനും അല്ലേ, ഇങ്ങനെ മാത്രമാവുന്ന ഒരു സാധനം, അതാണ് എന്ത്, വിജാഗിരി. ഓക്കെ, എവിടെ, കൈമുട്ടും കാൽമുട്ടും ഇങ്ങനെയല്ലേ ആവൂ. ഇതിപ്പോൾ വാതിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തുറക്കുന്നു, ഇങ്ങനെ പൂട്ടുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ ആവാൻ മാത്രം സഹായിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, വിജാഗിരി സന്ധി, ഗ്രന്ഥിയല്ല സന്ധി. ഹിഞ്ച് ജോയിന്റ് നമ്മൾ പറയാം. ഓക്കെ, ഹിഞ്ച് ജോയിന്റ് എവിടെയാ, കൈമുട്ട് കാൽമുട്ട് എവിടെ, എൽബോലോ നീലോ ആണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് കാണാം, ഹിഞ്ച് ജോയിന്റ് നമ്മൾ കാണാം. അതിന് യൂസേജ് എന്താ പറയുന്നത്, വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമല്ലേ, കൈ എന്താ മുന്നോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമല്ലേ ആക്കാൻ പറ്റൂലേ, ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങോട്ട് മുന്നോട്ട്, ഇങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു അല്ലേ. ഇറ്റ് ക്യാൻ ബി മൂവ് ഓൺലി into one direction. അതിനാണ് നമ്മൾ എന്താ പറയുക, വിജാഗിരി സന്ധി അല്ലെങ്കിൽ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയാം. ഓക്കെ, ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, അടുത്തത് തേർഡ് ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ്. മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ്. അതിൽ തേർഡ് ടൈപ്പ് എന്താ, കീലസന്ധി അല്ലെങ്കിൽ പിവോട്ട് ജോയിന്റ് എന്ന് പറയും. ഓക്കെ, അവിടെ കഴുത്തിനാട്ടോ, നമ്മുടെ കഴുത്ത് ഇങ്ങനെ ചലിക്കാൻ പറ്റുന്ന കഴുത്തിലാണ് എന്താ വേണ്ട, തലയോടും നട്ടെല്ലിന്റെ മുകൾ ഭാഗത്തും ചേരുന്ന സ്ഥലം, ഈ ഒരു ഏരിയ, അതിന് നമ്മൾ എന്താ പറയുക, ഇവിടെയാണ് നമ്മൾ എന്താ പറയുക, കീലസന്ധി അല്ലെങ്കിൽ പിവോട്ട് ജോയിന്റ് എന്ന് പറയാം. എന്താ പറയാ, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശയിലേക്കും തിരിയുന്നു. ഇങ്ങനെ വന്നിട്ട് ഒരു ഇരുദിശയിലേക്കും തിരിയുന്നു. അതിനാണ് നമ്മൾ എന്താ പറയാ, പിവോട്ട് ജോയിന്റ് അല്ലെങ്കിൽ കീലസന്ധി എന്ന് പറയാം. അപ്പൊ 3 ടൈപ്സ് ഓഫ് ജോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, പറഞ്ഞടാ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ പൊതുവേ നമ്മൾ കളിക്കുമ്പോൾ വീഴുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് എല്ല് പൊട്ടാറുണ്ട് അല്ലേ, അതിന് നമ്മൾ എന്താ പറയാ, അസ്ഥിഭംഗം അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ സംഭവിച്ചു അല്ലേ, വീണു ഫ്രാക്ചർ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയും. കൈക്ക് നമ്മൾ എന്ത് ചെയ്തു, പ്ലാസ്റ്റർ ഇട്ടു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഫ്രാക്ചർ സംഭവിച്ചു, ബോൺ ഫ്രാക്ചർ, അസ്ഥിഭംഗം എന്ന് എന്താ പറയുക, ശക്തിയായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അതേപോലെ അസ്ഥിയിൽ വിള്ളൽ വരുന്നതിനോ കാരണമാകും. അതിന് നമ്മൾ എന്താ പറയുക, അസ്ഥിഭംഗം എന്ന് പറയും അല്ലേ. എന്താ പറയുക, ഫ്രാക്ചർ എന്ന് പറയുന്നു. എന്നാൽ നേരെ മറിച്ച് സ്ഥാനം മാറിപ്പോവും.
പൊട്ടൊന്നുമില്ല, ചിലപ്പോൾ ഈ ജോയിന്റ് എന്ത് ചെയ്യും, സാധനം മാറിപ്പോവും. ഇപ്പം നേരത്തെ നമ്മൾ ബോൾ സോക്കറ്റ് എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഊരി വീണു. ബോൾ തിരിച്ചെന്ത് ചെയ്താൽ ആ സോക്കറ്റിൽ ഇടാൻ വേണ്ടത്, പക്ഷെ ആ ബോൾ എന്ത് ചെയ്യും, ആ സോക്കറ്റിൽ നിന്ന് ഊരി വീണു പോകും. അപ്പം അതിന് നമ്മൾ എന്ത് പറയും, ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം എന്നാ പറയുക. ഓക്കെ ആണോ? സ്ഥലം മാറിപ്പോവുക. എന്ത് ചെയ്യാ പറയുന്നത്, അവിടെ പറയുന്നത് എന്താ പറയുന്നത്, ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. അതിനാണ് നമ്മൾ പറയുക എന്താണ്, ബോൺസ് ഇസ് ചേഞ്ച്, എന്താ പറയുക, പൊസിഷൻ എന്ത് ചെയ്യും, പൊസിഷൻ ചേഞ്ച് ആയി പോകും. അതിനാണ് നമ്മൾ എന്താ പറയുക, ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം എന്ന് പറയുക. ഓക്കെ, അസ്ഥിഭംഗവും സ്ഥാനഭ്രംശവും അതെന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്ത സാധനം, ഇവിടെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ, അസ്ഥിഭംഗം എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ, ബോൺ ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്താ, പരിക്കേറ്റ സ്ഥലത്ത് വേദന ഉണ്ടാവും, പെയിൻ ഇൻ ദ ഇൻജേർഡ് പാർട്ടിൽ വേദന ഉണ്ടാവും. അതുപോലെ പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം ഉണ്ടാവും, കാരണം വേദന ഡിഫിക്കൽട്ട് ഇൻ മൂവിങ് ഇൻ ദ ഇൻജേർഡ് പാർട്ട്. ഓക്കെ ആണല്ലോ? അടുത്തെന്താ, നീര് വെച്ച് വീർക്കും അല്ലേ, ആ പൊട്ടിയ ഭാഗം എന്ത് ചെയ്യും, നീര് വെച്ച് വീർക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അല്പം വളവ് സംഭവിക്കും, അവിടെ മറ്റുള്ളതിനൊരു വ്യത്യാസമാണ്, ഒരു വളവ് ഉണ്ടാകും. അതേപോലെ സമാനമായാലും ഇപ്പം ഈ കൈൻ്റെ എല്ലാ പൊട്ടിയും നോക്കിക്കഴിഞ്ഞാൽ ഈ കൈൻ്റെ എല്ലും ഈ കൈൻ്റെ എല്ലും തമ്മിൽ ചെറിയ എന്താവും, ഒരു വ്യത്യാസം, ഒരു ഡിഫറൻസ് എന്ത് ചെയ്യും, ഉണ്ടാകും. അതൊക്കെയാണ് എന്ത്, ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ്. ഓക്കെ ആണല്ലോ? ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ്. അടുത്തെന്താ, സ്പ്ലിന്റ് എന്താണെന്നും കൂടി നോക്കാം. സ്പ്ലിന്റ് എന്താണെന്നും കൂടി വളരെ എളുപ്പത്തിൽ നോക്കാം. എന്താ, മരം, പ്ലാസ്റ്റിക്, ലോഹം പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നിർമ്മിച്ച് പൊട്ടിയ കൈ എന്ത് ചെയ്യും, താങ്ങി നിർത്താൻ, അല്ലെ മടക്കാനോ നിർത്താനോ പറ്റാതെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം നമ്മൾ സ്പ്ലിന്റ് എന്ന് പറയാം. ഓക്കെ, സ്പ്ലിന്റ് നാട്ടോ, സ്പ്ലിന്റ് നമ്മൾ പറയാം. ഓക്കെ ആണല്ലോ? സ്പ്ലിന്റ് എന്ന് പറയാം, എന്നാൽ വെച്ച് കെട്ടാനാ സഹായിക്കുക. സ്പ്ലിന്റ് ഈസ് എ സ്ട്രോങ് സപ്പോർട്ട് മെയ്ഡ് ഓഫ് വുഡ്, പ്ലാസ്റ്റിക് ഓർ മെറ്റൽ. മരം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ലോഹം കൊണ്ടോ, എന്താ ലോഹം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സപ്പോർട്ടിനാണ് നമ്മൾ എന്ത് പറയുക, സ്പ്ലിന്റ്. നമ്മൾ കൈ ഇങ്ങനെ കെട്ടി വെക്കില്ല, അത് സ്പ്ലിന്റ് ഉപയോഗിച്ച് സ്കെയിലൊക്കെ വെച്ചിട്ട് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിന്റ് എന്ന് പറയാം. ഓക്കെ ആണോ മക്കളെ? അപ്പോൾ സ്പ്ലിന്റ് എന്താണ്, അസ്ഥിഭംഗം അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ എന്താണ്, ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം എന്താണെന്നൊക്കെ എന്ത് ചെയ്യണം മക്കൾ എന്ത് ചെയ്യണം, ഓർമ്മിക്കണം. അതിൻ്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്താണെന്ന് കൂടി എന്ത് ചെയ്യണം, ഓർമ്മിച്ചേക്കണം. പിന്നെ 3 ടൈപ്പ് ഓഫ് സന്ധികളും നമ്മൾ പറഞ്ഞു അല്ലേ, അതും എന്ത് ചെയ്യണം മക്കളെ, എക്സാമിന് മുന്നേ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാൻ. ഓക്കെ മക്കളെ, ബൈ.